നമസ്കാരം സർ. നമസ്കാരം. സർ, ഞാൻ വന്നപ്പോൾ തന്നെ സർ എനിക്ക് തന്നത് പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ ഉണ്ണിയപ്പമാണ്. എപ്പോൾ സാറിനെ വിളിച്ചാലും സാറ് ഫ്രീക്വൻ്റ് ആയിട്ട് പോകുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് പഴവങ്ങാടി ഗണപതി ക്ഷേത്രം. എങ്ങനെയാണ് സാറിന് ആ ക്ഷേത്രമായിട്ട് കണക്ഷൻ വന്നത്? അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഓക്കെ സർ. മഹാഗുരു ശരണം. ഓങ്കം ഗണപതിയെ നമഃ. ആദ്യം നമുക്കെല്ലാവർക്കും ഗണപതിയോടൊരു ഇഷ്ടമുണ്ട്. കാര്യം ആദ്യം നമ്മൾ എഴുതി തുടങ്ങുന്നത് ഹരിശ്രീ ഗണപതയെ നമഃ എന്നാണ്. അപ്പോൾ ഈ ഗണപതി അത് എഴുതി തുടങ്ങുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 7 ചക്രങ്ങളുണ്ട്. അതിൽ മൂലാധാരത്തിൻ്റെ ദേവതയാണ് ഗണപതി. അതാണ് എന്ത് കാര്യത്തിന് ആദ്യം ഗണപതിക്ക് അതിൻ്റെ ഇതുണ്ട്. കഴുത്ത് വെട്ടിയിട്ടല്ല ആദ്യം നിന്നെ പൂജിക്കണം എന്നൊക്കെ പറഞ്ഞു എന്നുള്ളത് വേറൊരു ചരിത്രം പറയുന്നുണ്ടെങ്കിലും നമ്മൾ നോക്കുമ്പോഴത്തേ എന്തുകൊണ്ട് നമുക്ക് ഗണപതിയുടെ ഇത് എന്ന് പറഞ്ഞാൽ മൂലാധാരത്തിൻ്റെ ദേവതയാണ് ഗണപതി. അപ്പോൾ തിരുമേനി ഇത് പറഞ്ഞറിയാം. അപ്പോൾ എന്ത് കാര്യം ആദ്യം ഗണപതിനെ വെച്ച് തുടങ്ങണം എന്നുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ പഴവങ്ങാടി ഗണപതിയുടെ കാര്യത്തിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ദൂരദർശനിലാണെന്ന് തോന്നുന്നു. കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിങ്ങനെ കാണുമ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു പാട്ട് എഴുതുന്ന ആളാണ് എന്ന് തോന്നുന്നു, പേരൊന്നും ഓർമ്മയില്ല, ക്ഷമിക്കുക. അപ്പോൾ അതിനകത്ത് അദ്ദേഹം കാസറ്റ് ഇറക്കുന്ന കാലമാണെന്ന്. അന്ന് ഈ കാസറ്റിൽ ഭക്തിഗാനങ്ങൾ ഇറക്കുന്ന കാലമാണ്. അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അപ്പോൾ ഇൻ്റർവ്യൂ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു മറക്കാനാകാത്ത അനുഭവം എന്താണെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയണം, അദ്ദേഹം പാട്ടെല്ലാം എഴുതി ഏതോ കുറച്ച് പാട്ടുകൾ എഴുതിയിട്ട് കാസറ്റെല്ലാം എനിക്ക് തോന്നുന്നത് യേശുദാസ് സാറാണ് പാടിയതെന്ന് തോന്നുന്നു. ഒരു 30-35 വർഷങ്ങൾക്ക് 40 വർഷങ്ങൾക്ക് മുമ്പുള്ള സംഭവമായിരിക്കും ഇത്. അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്തിട്ട് ഈ കാസറ്റ് എല്ലാം ശരിയാകുന്നു, പക്ഷേ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ വരുന്നു. അപ്പോൾ അദ്ദേഹം ഇതാരോടോ സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊക്കെ ചോദിച്ചു എന്തുകൊണ്ട് പഴവങ്ങാടി ഗണപതിനെ ഉൾപ്പെടുത്തിയില്ല എന്ന് ചോദിച്ചു. അത് അദ്ദേഹത്തിന് സ്ട്രൈക്ക് ചെയ്തു. ഉടനെ അത് വെച്ചാണ് എഴുതിയെന്നാണ് പറയുന്നത്. ഈ ശ്രീവാഴും പഴവങ്ങാടിയിലെ ഗണപതി ഭഗവാനെ ശ്രീ പാർവതി തനയനുടെ, അത് എനിക്ക് വരി അറിയില്ല, ഈ വരി മാത്രമേ എനിക്കറിയാം. അപ്പോൾ അത് വെച്ച് പഴവങ്ങാടി ഗണപതിയുടെ അറിയാം, അച്ഛൻ കുറച്ച് കാലം അവിടെ ഉണ്ടായിരുന്നു, അങ്ങനെ പറഞ്ഞറിയാം. തിരുവേനി പറഞ്ഞറിയാം, പട്ടാളക്കാരുടെ ഇതിലായിരുന്നു എന്നൊക്കെ അറിയാം. പക്ഷേ ആ ഒരു പാട്ട് സ്ട്രൈക്ക് ചെയ്തു. അപ്പോൾ എന്തായാലും പഴവങ്ങാടി പോകണം. പഴവങ്ങാടി തിരുവനന്തപുരത്ത് ചെന്ന് കഴിഞ്ഞാൽ പ്രധാനം പത്മനാഭസ്വാമിനേക്കാളും പ്രധാനം പഴവങ്ങാടിയാണ്. അത് കഴിഞ്ഞാൽ ആറ്റുകാലമ്മ. അപ്പോൾ ആ ഒരു ഇൻറ്റിമസി വന്നു ആ പാട്ടിലോ. ഇത്രയൊക്കെ കാണിക്കുന്ന വില്ലാളി പേരിലാണല്ലോ ഇദ്ദേഹം എന്നുള്ളൊരു കാര്യം വന്നു, മനസ്സിലായി. ആ ഒരു ഗണപതി എല്ലായിടത്തും ഉണ്ടെങ്കിലും ആ ഒരു പാട്ട് അദ്ദേഹത്തെ കൊണ്ട് എഴുതിച്ചു എന്ന് പറയുമ്പോൾ ആ ഒരു സാന്നിധ്യം, ആ എനർജി എന്താണ് അദ്ദേഹം അത് ഫീൽ ചെയ്ത്. ആ ഇൻ്റർവ്യൂവിൽ പോലും അദ്ദേഹം സംസാരിക്കുമ്പോൾ ആ ഒരു ഫീലിംഗ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇൻറ്റിമസി വന്നു. പിന്നെ പഴവങ്ങാടി പോയി കഴിഞ്ഞാൽ എപ്പോഴും എന്തെങ്കിലും അവിടെ നിന്ന് പ്രസാദം കിട്ടണം. അപ്പോൾ മിക്കപ്പോഴും അവിടെ ഇത് കിട്ടും. പക്ഷേ നമ്മളെപ്പോഴും ഒരു ക്ഷേത്രത്തിൽ പോയാൽ അത് കംപ്ലീറ്റ് ആവണേ തീർത്ഥം സേവിക്കണം, അവിടുത്തെ നിവേദ്യം എന്തെങ്കിലും എടുക്കണം. അതാണിപ്പോൾ പഴവങ്ങാടിയിലെ ഇത് വരുന്നു. അതാണ് വാങ്ങിച്ചപ്പോഴേ അത് കഴിക്കാൻ പറഞ്ഞതിൻ്റെത്. എപ്പോഴും നമ്മൾ സാധിക്കുമെങ്കിൽ അവിടെ നിൽക്കുന്നവർക്ക് കൊടുത്തിട്ട് അവിടെ ആ ക്ഷേത്ര ഇതിനകത്തിരുന്ന് തന്നെ നമ്മൾ കഴിക്കണം. അത് അവിടുത്തെ ആചാരങ്ങൾ പാലിക്കണം കേട്ടോ. നമ്മൾ കടിച്ച് കഴിക്കരുത്, മനസ്സിലായ അങ്ങനെയൊക്കെ ഉണ്ട്. അത് നമ്മൾ പാലിച്ചോളണം. പക്ഷേ ക്ഷേത്ര സങ്കേതത്തിലിരുന്ന് കുറച്ചെങ്കിലും ആ പ്രസാദം നമ്മൾ സ്വീകരിക്കണം എന്നുള്ളത്. അപ്പോഴാണ് നമ്മുടെ പഞ്ചകോശ തത്വത്തിൻ്റെ ഇത് പൂർണ്ണമാകുള്ളൂ. അപ്പോൾ പഴവങ്ങാടി ചെല്ലുമ്പോൾ എപ്പോഴും പ്രസാദം കിട്ടണമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം വൈകിട്ട് പോയപ്പോൾ, അത് കുറച്ച് നാളുകൾക്ക് മുമ്പ് പോയപ്പോഴത്തേക്കും പ്രസാദം എന്ത് ചെയ്യും എന്താണെന്ന് ചോദിച്ച് ഒരു കാശ് എന്തെങ്കിലും അവിടെ കൗണ്ടറിൽ കൊടുത്തിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. 7 മണി കഴിഞ്ഞു. പക്ഷേ 7 മണി കഴിഞ്ഞ് അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തുനിന്ന് പ്രസാദം കൊണ്ടുവന്ന് കുറേ പേര് അവിടെ നിരന്നിരിപ്പുണ്ട്. അപ്പോൾ ഈ പ്രസാദം അവരിങ്ങനെ ഓരോ കിറ്റായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും നാരായണനും ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ അത് വന്നപ്പോഴത്തേക്കും എനിക്കൊരു ഇതായി. അപ്പോൾ നമ്മൾ നമുക്കൊരു കിറ്റ് കിട്ടി. അതെന്ന് പറഞ്ഞാൽ ഗണപതി ഹോമം നടത്തിയിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ വാങ്ങിക്കണം. അത് എനിക്ക് തോന്നുന്നു അതാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ പ്രസാദം ബാക്കിയുള്ളത് സാധിക്കുമെങ്കിൽ എല്ലാവർക്കും ഓരോ പ്രസാദത്തിൻ്റെ കിറ്റ് കൊടുക്കും. അത് ഒരു ടച്ചിങ്ങായി. പിന്നെ ഞാൻ ചെയ്യണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോകുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മളിങ്ങനെ പോകുന്നു എന്ന് പറയുമ്പോൾ ചിലർ ദക്ഷിണയൊക്കെ അയക്കും. ഇതയക്കുമ്പോൾ എല്ലാവരുടെയും പേര് ഗണപതി ഹോമം എഴുതും, മനസ്സിലായി. ഗണപതി ഹോമം നമുക്ക് ഒരെണ്ണം മതി. അപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ അവിടെ ഇരിക്കുന്നവർക്കെല്ലാം ഇങ്ങനെ, അപ്പോൾ അവർക്കും സന്തോഷം ഓരോന്നെണ്ണം കൂടി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആദ്യം പോയപ്പോഴത്തേക്ക് ഞായറാഴ്ച തിങ്കളാഴ്ച ചൊവ്വാഴ്ച രാവിലെ പോകുമ്പോഴത്തേക്കും 4 ഗണപതി ഹോമം എഴുതി. ആദ്യം എഴുതിയിട്ട് നാരായണൻ്റെ അടുത്ത് പ്രസാദം വാങ്ങിക്കാൻ പറഞ്ഞപ്പോൾ നാരായണൻ്റെ അടുത്ത് ഒരു ചേച്ചി എന്തോ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഞാനിങ്ങനെ ഇടിക്കുക അവിടെ ഇതുള്ള എടുത്തിരിക്കുക. അപ്പോൾ നാരായണനോട് ചോദിച്ചാൽ ഇത് എന്താണ് പ്രസാദം എന്നാണ് ചോദിക്കണേ.
അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഞാൻ ഇത് വാങ്ങിച്ചിട്ട് ഒരെണ്ണം എടുത്തിട്ട് ചേച്ചിക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞു ഇത് ഗണപതി ഹോമ പ്രസാദമാണ്, വെച്ചോളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ റിട്ടയേർഡ് HM ആണ്, തിരുവനന്തപുരം ജില്ലക്കാർ തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും പ്രസാദം വാങ്ങിക്കണം. അവർ ആ ഗണപതിയുടെ അടുത്ത് പ്രാർത്ഥിച്ച് വന്നു. നമ്മൾ അതേ സമയത്ത് പ്രസാദം വാങ്ങിക്കുന്നു. ആ പ്രസാദം നമ്മൾ ആർക്കെങ്കിലും കൊടുക്കും. പക്ഷേ ആ ടീച്ചറിന് കൊടുത്തു, റിട്ടയേർഡ് HM ആണ്, ശോഭ അങ്ങനെ എന്തോ ആണ് പേര് പറഞ്ഞത്, തിരുവനന്തപുരം ജില്ലക്കാർ തന്നെയാണ്. അത് കൊടുക്കുമ്പോഴുള്ള ആ സംതൃപ്തി എന്താണെന്ന് അറിയാം. നമ്മളന്ന് വൈകിട്ട് കാത്തിരിക്കുമ്പോൾ ആ പ്രസാദം ഗണപതി വിളിച്ചു തരുന്ന പോലെ. അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുമ്പോൾ എപ്പോഴും അവിടെ ഇരിക്കുന്നു. ഇപ്പോൾ ഇന്നലെ 7 8 ഉണ്ടായിരുന്നു, 8 ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം നമ്മൾ കൈ വെച്ചിട്ട് ബാക്കി 7 അവിടെ തന്നെ വിതരണം ചെയ്തു. അവിടെ ഇരിക്കുന്ന അത് കൊടുക്കുമ്പോൾ അവർക്ക് തന്നെ അതിശയമാണ്, സന്തോഷമാണ്. പക്ഷേ ഇവർ ആ പഴവങ്ങാടി പോയിട്ടില്ലേ, പ്രദക്ഷിണം എടുത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇങ്ങനെ തട്ടുകൊണ്ടിരിക്കാനായിട്ട് അവിടെ കുറേ പേര് ഇരുന്നിട്ട് പ്രാർത്ഥിക്കാൻ, ലാസ്റ്റ് ഇങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുന്ന അവരെ പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ നമ്മളാ കൊണ്ടേ കൊടുക്കുന്ന പ്രസാദം ഉണ്ടല്ലോ, അതിന് സ്വർണ്ണത്തെക്കാളും മൂല്യമാണ്. അത് ഞാൻ അനുഭവിച്ചറിഞ്ഞുകൊണ്ട് ആ ഒരു ഞെട്ടൽ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. സാധാരണ നമ്മൾ ഈ റീൽസ് കാണിക്കാറുണ്ട്, ഞെട്ടിക്കൽ ബിരിയാണി, ഇതല്ല ഞെട്ടിക്കൽ പ്രസാദം അല്ല. അതിൻ്റെ ഒന്ന് ഫീൽ ആലോചിച്ച് നോക്കി. അത് ഭയങ്കര ഇതാണ്. കാര്യം നമ്മളത് ആർക്കാണ് നമ്മൾ കൊടുക്കണത് എന്താണെന്നൊന്നും അറിയില്ല. ചിലപ്പോൾ കുട്ടികൾക്ക് കൊടുക്കും. ഇത് ആദ്യം ഇതുപോലെ ഇത് വന്നിട്ട് ഒരു കുട്ടി ഇതുപോലെ ഒരു പെങ്കൊച്ച് അവിടെ ചോദിക്കുന്നത് കേട്ട് പ്രസാദം, അപ്പോഴും കൊടുത്തു. ഇതേതാണെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര താങ്ക് യു പറഞ്ഞിട്ടേ പ്രസാദം കിട്ടുന്നു എന്നുള്ളത് അതൊരു വല്ലാത്ത ഇതായി. ഗണപതി എന്ന് പറഞ്ഞാൽ നമ്മൾ വിളിച്ചാൽ പെട്ടെന്ന് എത്തുന്ന ഒരാളാണ്, പെട്ടെന്ന് പ്രസാദിക്കും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഗണപതിക്ക് എന്താണ്, ഗണപതി എന്ന് ഓർക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ ഓർക്കുന്നത്, തേങ്ങയായിട്ട് റിലേറ്റഡ് ആണ് ഗണപതി. ഇപ്പോൾ തേങ്ങ നമ്മൾ ശബരിമലയിൽ പോകുമ്പോൾ അറിയാം, അതിലെ ഇത് കഴിഞ്ഞിട്ട് ഇതാണ് ശരീരം ആത്മാവെന്നുള്ള രീതിയിൽ, ആ രീതിയിലാണ് ഈ തേങ്ങ നമ്മൾ ഇത് ചെയ്തിട്ട് ഉടയ്ക്കുമ്പോഴുള്ള ആ ഒരു എഫക്റ്റ്. നെയ്തല്ല, അല്ലാണ്ട് ഉടയ്ക്കുന്നത്. ഇന്ന് എടപ്പള്ളി ഗണപതി ക്ഷേത്രത്തിൽ പോയതാണ് ഇന്ന് രാവിലെ. കാര്യം എവിടെയെങ്കിലും യാത്ര പോകുന്നതിന് മുമ്പ് ഗണപതിക്ക് ഒരു തേങ്ങ വയ്ക്കും. അത് എവിടെ ഉണ്ടെങ്കിലും നമ്മളങ്ങനെയാണ്. എന്നിട്ട് വന്നു കഴിയുമ്പോൾ അത് ഉടയ്ക്കും. അപ്പോൾ ഇന്ന് പോയപ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഉടച്ച് കഴിയുമ്പോൾ ഒരു ചേച്ചി, ആരാണെന്നൊന്നും അറിയില്ല, അപ്പോൾ ഈ തേങ്ങ ഉടച്ച് തരാമോ എന്ന് ചോദിച്ചു. ചോദിച്ചത് ഞാൻ പറഞ്ഞു ഉടയ്ക്കാം. ഞാൻ ചോദിച്ചു ഞാൻ ഒഴിഞ്ഞിട്ടാണ് ഉടയ്ക്കട്ടെ എന്ന് ചോദിച്ചു. തേങ്ങ ഒഴിഞ്ഞോളൂ എന്നോ കണ്ണടച്ച് നിൽക്കാൻ പറഞ്ഞു. നമ്മളെപ്പോഴും തേങ്ങ ഒഴിയേണ്ടത് എൻ്റെ ഗുരു പറഞ്ഞു തന്നതനുസരിച്ച് കേട്ടോ. ഇത് ആധികാരികമല്ല. ഈ പറയുമ്പോൾ താഴത്ത് വന്ന് കമൻ്റ് ഇട്ട ആൾക്കാർ, പണ്ഡിതന്മാർ ഇത് ചെയ്യും. നമുക്കതിനെ ആർഗ്യൂ ചെയ്യാനും നമ്മളൊന്നുമില്ല, നമ്മൾ അറിവില്ല, ഉള്ള അറിവ് പറയുകയാണ്. ഈ 8 ആകൃതിയിൽ ഒഴിയണം. ഇങ്ങനെ 8 ഒഴിഞ്ഞു, ഇങ്ങനെ ഇത് ആദ്യം ലെഫ്റ്റ്, പിന്നെ തിരിച്ചൊഴിയണം, എന്നിട്ട് പിന്നെ ഇങ്ങനെ താഴോട്ട് ഒഴിയണം. നമ്മൾ കാര്യം പറയുന്നത് നമ്മുടെ എനർജി വർക്ക് ചെയ്യണ 8 ഇത് പറഞ്ഞപ്പോൾ പ്രീതിയ റാവു എന്ന് പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഹസ്ബൻഡ് ഡോക്ടറാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരാളാണ്, ചേർത്തലക്കാരിയാണ്. അവരാണ് DSR പാലിയേറ്റീവ് കെയർ എന്ന് പറഞ്ഞ് നടത്തുന്നുണ്ട് മായത്തിറയിൽ. പ്രായമുള്ളവർ പാലിയേറ്റീവ് ആൻഡ് ഫിസിയോതെറാപ്പി രണ്ടും കൂടിയുള്ളത്. അപ്പോൾ പറഞ്ഞ് പൈമാം ഇത് DNA ഇത് 8 പറഞ്ഞ് സിമ്പിൾ മനസ്സിലായി. 8 ആകൃതിയിൽ ഒഴിയണം. അതുപോലെ നമ്മുടെ ഈ ഇടാപങ്കള നാടി അതിങ്ങനെ ഇത് എനർജി ഇങ്ങനെയൊക്കെയാണ് പോണത്. പെട്ടെന്ന് രീതിയിൽ ഒഴിഞ്ഞ്. പക്ഷേ അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ തല കറങ്ങും. കണ്ണടച്ച് നിൽക്കാൻ പറയണം, കണ്ണടച്ച് നിന്നാലും തല കറങ്ങും. തല ചുറ്റലൊക്കെ ചിലപ്പോൾ ഇത് വരും. അപ്പോൾ കണ്ണടച്ച് നിൽക്കാൻ പറയണം, പക്ഷേ ഭക്ഷണം കഴിച്ചിട്ട് വേണം. ഇങ്ങനെ ഒഴിയുമ്പോൾ ഞാൻ പറയുകയാണ്, ആരും കയറി ഒഴിയുമ്പോൾ ശ്രദ്ധിച്ചോണം. കാര്യം തേങ്ങയ്ക്ക് ഒരു ആകർഷണ ശക്തിയുണ്ട്. ഒരാൾ കണ്ണടച്ച് നിൽക്കുന്ന ആളെയും നമ്മൾ തീവ്രമായിട്ടുള്ള സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്ത കോൺസെൻട്രേറ്റ് ചെയ്യണം, അതാണ് സങ്കല്പം. അത് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റേതായ ഇതറിയാൻ പറ്റും. അവരും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ അറിയാൻ പറ്റും. അങ്ങനെ ഒഴിഞ്ഞടിച്ച് കഴിഞ്ഞാൽ ഇതാണ് ഗണപതിയുടെ കാര്യം. അപ്പോൾ ഇത് സൂര്യകാലടി മനയിലെ ഗണപതി. എല്ലാ ഗണപതിയും ഒന്നാണെന്നുള്ളതല്ല, എനർജിയുണ്ട്. കാര്യം ഗണപതിക്ക് നിർബന്ധങ്ങളില്ല, പക്ഷേ എപ്പോഴും നിവേദ്യം വേണം. എപ്പോഴെന്ന് പറഞ്ഞാൽ എന്തെങ്കിലും നിവേദ്യം വേണം. പക്ഷേ നമ്മൾ കഴിയുമെങ്കിൽ ഞാൻ എല്ലാവരോടും പറയുന്നത് ഒരു തേങ്ങ വീട്ടിൽ വെക്കുക, എന്നിട്ട് പോകുമ്പോൾ കൊണ്ടടിക്കുക. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നിന്ന് പഴവങ്ങാടിയിൽ ഞാൻ കൊണ്ടുപോയി അടിച്ചിട്ടില്ല. കാര്യം എന്താ വെച്ചാൽ ഒന്നാതെ നമ്മൾ പോകുമ്പോൾ ബ്ലെസ്സിങ്ങിന് പോകുമ്പോൾ കുന്നിക്കുരും കോയിനൊക്കെ ആയിട്ട് വീട്ടിൽ നിന്ന് പറഞ്ഞാൽ വിട്ടത്. പോർട്ടറെ അവരെ വെച്ച് വേണം എടുക്കാനായിട്ട്, കാര്യം അത്രയ്ക്കും വെയിറ്റ് കാണും. അപ്പോൾ അങ്ങനെ വെച്ചാണ് ഇത് ചെയ്യാറില്ല. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. ഇപ്പോൾ ഗുരുവായൂർ പോകാറുണ്ടല്ലോ, ഗുരുവായൂർ ഒരു ഗണപതി ഉണ്ട്, അറിയാമോ? എവിടെയാ? കാര്യാലയ ഗണപതി. ആ കാര്യാലയ ഗണപതി ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് പോയിട്ട് അവിടെ തേങ്ങ ഉടയ്ക്കുന്നത് നല്ലതാണ്. ഇതിൽ വേറൊരു കാര്യം പറയാം. ഈ
വിദേശത്ത് ഈ ഗണപതിയുടെ കാര്യം പറഞ്ഞപ്പോഴും ഒന്ന് റിലേറ്റ് ചെയ്യണം. വിദേശത്ത് പഠിക്കുന്നൊരു കുട്ടി, ആ കുട്ടിക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വന്നിട്ട് ഈ യൂട്യൂബിൽ വന്നതിന് ശേഷം കോണ്ടാക്ട് ചെയ്തൊരു അമ്മയാണ്. ഇത് വന്നിട്ട് കോണ്ടാക്ട് ചെയ്തു, ഇവരിങ്ങോട്ട് വരണം, അപ്പോൾ ആരോഗ്യപരമായിട്ട് ശരീരത്തിൽ ഇങ്ങനെ ഇതൊക്കെ വരുന്നു എന്ന് പറഞ്ഞിട്ട് തീരെ ഇതായി, കൂട്ടത്തിൽ ആരുമില്ല വരാനായിട്ട്. ഏതോ റഷ്യക്ക് അടുത്തുള്ള, പണ്ട് റഷ്യൻ USSRൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ ലൈവിൽ ഇങ്ങനെ ചെയ്യുകയാണ്, ഈ വരുന്ന കുട്ടി വരുന്ന ഒരിടത്തുനിന്ന് വേറെ എയർപോർട്ടിലേക്ക് വരണം, അവിടെ നിന്ന് വേണം ഡൽഹിയിൽ വരാൻ, ഡൽഹിയിൽ നിന്ന് ഇങ്ങോട്ട് വരണം, അങ്ങനെ 2-3 ഫ്ലൈറ്റ് മാറിക്കറണം. അപ്പോൾ ഈ അവർ പറഞ്ഞ ഇത് വെച്ച് ഞാൻ ഫ്ലൈറ്റ് വരെയും മറ്റേ ഓൺലൈനിൽ നമ്മൾ നോക്കാമല്ല, അങ്ങനെ നോക്കിയിട്ട് സങ്കല്പം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ അമ്മ. അപ്പം ഞാൻ ആദ്യം ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരോട് പറഞ്ഞു, അപ്പോൾ ഇവരോടൊരു തേങ്ങ എടുത്ത്, ഇവർ കൃഷ്ണഭക്തയാണ്, ഈ അമ്മ കൃഷ്ണഭക്തയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു തേങ്ങ എടുത്ത് വെക്കാൻ പറഞ്ഞു. എവിടെയാണ്? ഞാൻ പറഞ്ഞു എവിടെയാണെന്നൊന്നും നിങ്ങൾ നോക്കണം, നിങ്ങളൊരു തേങ്ങ എടുത്ത് വെക്കാൻ പറഞ്ഞു. തേങ്ങ എടുത്ത് വെച്ചിട്ട് പിന്നെ ഈ കുട്ടിയുടെ ശരീരത്തെ പരുക്കൾ വരുന്നതുകൊണ്ട് കൊടുങ്ങല്ലൂർ ദേവി വെച്ചിട്ട് സങ്കല്പം കൊടുത്തു. അപ്പോൾ അത് കൊടുത്ത് ഇത് ചെയ്ത് കഴിയുമ്പോൾ ഈ അമ്മയ്ക്ക് കുറേ അനുഭവത്തിലൂടെ അവർ കടന്നുപോയി. അപ്പോൾ ഞാനിതുപോലെ ഇവിടെ ഫ്ലാറ്റിൽ തന്നെയാണ്, അവർ ഈ എറണാകുളം ജില്ലയിൽ തന്നെയാണ്. ഇത് പറയുന്നിട്ട് ഈ കുട്ടി സേഫായിട്ട് ഇവിടെ വന്ന് നേരെ അച്ഛൻ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരുന്നു. അമ്മേനെ എപ്പോഴും ഇത് ചെയ്തില്ല, ഫുൾ കൈ ഷർട്ടൊക്കെ ആയിട്ട്, കാര്യം മറ്റേ ഇതാണോ ചിക്കൻ ബോക്സ് ആണെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ചെന്ന് പറഞ്ഞ് ഇതെന്താ ഒരു അലർജിയാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുട്ടി വീട്ടിൽ വന്നു. അപ്പോഴാണ് സമാധാനമായത്. അപ്പോൾ അവർ ആദ്യം എന്നോട് പറഞ്ഞൊന്നുമില്ല, പക്ഷേ അവരാദ്യമേ പോയത് ഗുരുവായൂരാണ്. ഗുരുവായൂർ പോയി വരുമ്പോൾ അവർക്ക് കൊടുങ്ങല്ലൂരും കയറാൻ തോന്നി. കൊടുങ്ങല്ലൂർ കയറി വന്നു. അത് കഴിഞ്ഞിട്ട് ഇത് പറഞ്ഞപ്പോൾ നമ്മളൊരു സങ്കല്പം കൊടുത്തപ്പോൾ അവർ ഗുരുവായൂർ പോകും, കൃഷ്ണഭക്തിയാണ്, പക്ഷേ അവർ നിൽക്കുന്നിടത്തൊരു കൃഷ്ണക്ഷേത്രമുണ്ട്. അപ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചാൽ നമ്മൾ ഗുരുവായൂർ ഒരു കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഗുരുവായൂർ ആ കാര്യാലയ ഗണപതിക്ക് നമ്മൾ തേങ്ങ സങ്കല്പിച്ച് കുട്ടിക്ക് വേണ്ടി ഇത് ചെയ്യാമെന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞില്ല. എവിടെയാണെന്ന് ഞാൻ പറയാലോ, പറഞ്ഞാൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവർ അതിന് മുമ്പ് എവിടെയെങ്കിലും അടിച്ച് കാണും, അത് വെച്ച് ആർക്കെങ്കിലും ആകുമ്പോൾ അവിടെ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഉദ്ദേശിച്ച പോലെ കാര്യം നടന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇത് നമ്മളൊരു സങ്കല്പം കൊടുക്കുന്ന വിശ്വാസം. പക്ഷേ അവരോട് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരാളോട് ഒരു ലോട്ടറി എടുക്ക്, ഫസ്റ്റ് പ്രൈസ് അടിക്കുമെന്ന് പറയുമ്പോൾ ആ ആൾ ഞാൻ ഇതിനു മുമ്പൊക്കെ എടുത്തിട്ടുണ്ട് സാർ, ഇപ്പോൾ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോയെന്ന് വിചാരിച്ച് അവിടെ തീർന്നു. മനസ്സിലായി? അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ പോയിട്ട് കൊടുങ്ങല്ലൂരും പോയിട്ടാണ് വന്നത്. അപ്പോൾ ആ എനർജി, ആ സങ്കല്പം കൊടുത്തു. അപ്പോൾ ഞാൻ ലാസ്റ്റ് പിന്നെ അവരുടെ വീട്ടിൽ പോയി, ഞാനും വൈഫും പോയി തേങ്ങ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഗുരുവായൂർ പോയി അടിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിങ്ങനെയാണ് ചെയ്തത് കേട്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഗണപതി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് പവർഫുൾ ആളാണ്. അത് പഴവങ്ങാടി ക്ഷിപ്രപ്രസാദിയാണ്. അതുപോലെ ക്ഷിപ്രപ്രസാദം ഉള്ളവർക്ക് ക്ഷിപ്രകോപം ഉണ്ടാവും. എപ്പോഴും ക്ഷിപ്രപ്രസാദം ക്ഷിപ്രകോപം ഉണ്ട്. കൃഷ്ണൻ അതാണ്. ഇപ്പോൾ ഗുരുവായൂർ കൃഷ്ണൻ ക്ഷിപ്രകോപിയൊന്നുമല്ല, ക്ഷിപ്രപ്രസാദിയല്ല, പരീക്ഷിക്കും. ആ പരീക്ഷണം ഇവരുടെ കാർമ്മികമാണ്. അത് നമുക്ക് വേറൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇതാണ് ഓങ്കം ഗണപതി എന്നും. എല്ലാവർക്കും ഗണപതി ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും കുടുംബസമേതം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്യുന്നു. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു.